ആദ്യം യോനയുടെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി എന്നല്ല, രണ്ടാം പ്രാവശ്യം. ഉറക്കെ പറ, രണ്ടാം പ്രാവശ്യം. ഒരു സെക്കൻഡ് ടൈം, രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായി. നീ പുറപ്പെടണം, പുറപ്പെട്ടിട്ട് മഹാനഗരമായ നിനവേയിലേക്ക് പോകണം. അവിടെ ഞാൻ നിന്നോട് അരുളി ചെയ്ത, അതായത് നേരത്തെ അരുളി ചെയ്ത ആ പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. ഇപ്പോൾ ഞാൻ അരുളി ചെയ്യുന്നതല്ല, നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും രണ്ടാം പ്രാവശ്യം യോനയോട് പറയുന്നു, നീ ചെന്ന് പ്രസംഗിക്കുക. അതിനാൽ രണ്ടാം പ്രാവശ്യം ഒരു അരുളപ്പാട് യോനയ്ക്ക് ഉണ്ടായി. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുന്നു. അവർ ബേത്സേദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടണം എന്ന് അപേക്ഷിച്ചു. യേശുവിനോട് പറഞ്ഞു, ഈ കുരുടനെ ഒന്ന് തൊടണമെന്ന് അവർ യാചനാപൂർവം പറഞ്ഞു. അതിന് അവരെന്ത് ചെയ്തു? അവൻ കുരുടനെ കൈക്ക് പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണ് തുപ്പി അവന്റെ മേൽ കൈവച്ച് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മനുഷ്യനെയാണ് കാണുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താണ്? അവർ നടക്കുന്നത് ഞാൻ മനുഷ്യനെ കാണുന്നു, എന്റെ കണ്ണ് തുറന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് മനുഷ്യൻ നടക്കുന്നത്, ഒരു മരം എങ്ങനെ നടക്കുന്നോ അത് നടക്കുന്നത് പോലെ മനുഷ്യൻ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്നവൻ യേശുവിനോട് പറഞ്ഞു. 25-ാമത്തെ തിരുവചനം. പക്ഷെ ഈ യേശു കർത്താവ് പിന്നെയും അവന്റെ കണ്ണിന്റെ മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. 25-ാമത്തെ വചനം. വീണ്ടും അവന്റെ മേൽ കൈവച്ചു. യോന 3:1 പറയുന്നു, വീണ്ടും അവനോട് ദൈവശബ്ദം അരുളപ്പാടുണ്ടായി. ഇവിടെ 25 പറയുന്നു, 24 പറയുന്നു അവൻ കണ്ടതൊന്നും അത്ര വ്യക്തമല്ല. 23 തൊട്ടത് അത്ര ക്ലിയർ ആയില്ല. 24 പറയുന്നത് വേറെ രീതിയിൽ തോന്നുന്നു. 25 പറയുന്നു, എന്റെ കർത്താവ് വീണ്ടും അവന്റെ മേലൊന്ന് കൈവച്ചു, അവനെല്ലാം സ്പഷ്ടമായി തീർന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന എന്തെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ നാം സേവിക്കുന്ന ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ പുതുതായി തൊടുന്നൊരു ദൈവമാണ്. ഒരു ഫ്രഷ് ടച്ച് ജീവിതത്തിന്. ഒന്നുമില്ലാത്ത സീറോയിൽ നിന്നും കണ്ടാലും സകലത്തെയും പുതിയതാക്കുന്ന ദൈവം ഒരു പുതിയ തുടക്കത്തെ, പുതിയ തൊടലിനെ, പുതിയ ആരംഭത്തെ നമുക്ക് തരുന്നൊരു ദൈവമാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത് നമുക്ക് കാണാവുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കഴിഞ്ഞ നാളുകളിൽ പാളിച്ച പറ്റി, കഴിഞ്ഞ നാളുകളിൽ വേദനപ്പെട്ട്, കഴിഞ്ഞ നാളുകളിൽ ഉടഞ്ഞു പോയവനെ രണ്ടാമതും തൊടുന്ന, രണ്ടാമതും ആരംഭങ്ങൾ തരുന്ന, രണ്ടാമതും ഇടപെടുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, ഒരു പുതിയ തൊടൽ നിനക്ക് വേണമെങ്കിൽ എന്റെ ദൈവം ഒരു പുതിയ തൊടൽ തരും. അല്ല, ഒരു വീണ്ടും ഒരു ഫ്രഷ് ടച്ച് അല്ല, അതിനപ്പുറത്ത് വീണ്ടും ഒരു തൊടൽ, ഒരു സെക്കൻഡ് ചാൻസ് എന്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ അകത്ത് തരും. ഉടഞ്ഞവനെ മനുഷ്യൻ തള്ളും, പരാജയപ്പെട്ടവനെ മനുഷ്യൻ മാറ്റി നിർത്തും, കുറവുള്ളവനെ ചിലർക്ക് വേണ്ട. പക്ഷെ ബൈബിൾ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നു, കുറവുള്ളവനെ വീണ്ടും തൊടുന്ന ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഈ ദൈവത്തിനത് മഹത്വം കരേറ്റിയേ.
ചിലപ്പോൾ നമ്മൾ വീണു പോയെന്നിരിക്കാം, ചിലപ്പോൾ നമ്മൾ തകർന്നു പോയെന്നിരിക്കാം, ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയെന്നിരിക്കാം. സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ബൈബിൾ പറയുന്നു രണ്ടാമത് തൊടുന്നൊരു ദൈവമുണ്ട്. രണ്ടാമത് തൊടുന്നൊരു ദൈവമുണ്ട്. ഇന്ന് ചിലതിനോടുള്ള ദൂതിത ഒരു സെക്കൻഡ് ടച്ച് ദൈവം ചെയ്യാൻ പോകുക, അല്ലെങ്കിൽ രണ്ടാമതും ചിലതിനോട് ദൈവം ഇടപെടാൻ പോകുക. എന്ന് പുതുതായി ദൈവം തൊടണമോ, ആ പുതുതായ തൊടലും എന്റെ ദൈവം ചെയ്തിരിക്കും. വിശുദ്ധ ബൈബിൾ നോക്കുമ്പോ ഒത്തിരി പരാജയപ്പെട്ടവരെ നമുക്ക് കാണാം. നല്ലതിന് സ്റ്റെപ്പ് വെച്ചിട്ട് പരാജയപ്പെട്ടു പോയവരുണ്ട്. പക്ഷെ അവരെ ദൈവം തിരിച്ചു തൊടുന്നുണ്ട്. ലോകത്തിന് സക്സസ്ഫുൾ സ്റ്റോറി മാത്രമല്ല, എല്ലാം നന്നായി പോകുന്നവന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇന്നത്തെ ലോകം കണ്ടിട്ടില്ലേ, ഒരുത്തൻ അറിയാതെ ഒന്ന് വീണാൽ എല്ലാവരും കൂടെ ചേർന്ന് അവനെ വീഴ്ത്തിച്ച് തീർത്തു കളയും. മീഡിയകൾ ശക്തമായി നിൽക്കുന്ന ഒരു ലോകത്ത് ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയാൽ, ശ്രദ്ധാക്കുറവ് പറ്റിപ്പോയാൽ പോലും അവൻ ഒരിക്കലും ഉയർത്തി വരില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതുവരെ കാണാത്ത വൈരാഗ്യങ്ങൾ മുഴുവൻ അവനെതിരെ ആഞ്ഞടിച്ച് ജീവിതത്തിൽ അവനൊരു ഭാവി ഉണ്ടാവാതിരിക്കാൻ അടച്ചുറപ്പാക്കുന്ന അവസ്ഥയാണ് ഈ ലോകം. പക്ഷെ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം, ജീവിതത്തിൽ നീ വീണുപോയാലും, ഫെയിലായി പോയാലും, തകർച്ച സംഭവിച്ചു പോയാലും, നീ ഒന്ന് നിരാശപ്പെട്ടു പോയാലും, പോട്ടൊരബദ്ധം പറ്റിപ്പോയാലും, നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നിന്നെ വീണ്ടും തൊട്ട് വീണ്ടും നിന്നെ പണിതെടുത്ത് നീ തയ്യാറാണെങ്കിൽ നിനക്ക് പുതിയ ആരംഭങ്ങൾ വീണ്ടും തരാൻ ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എവിടേക്കോ ആരോടോ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, കഴിഞ്ഞ നാളുകൾ വീഴ്ച പറ്റിപ്പോയ നിന്നെ ഈ ദിവസങ്ങളിൽ വീണ്ടും ഒന്ന് ദൈവം തൊടാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ തീർന്നു പോയ നിനക്ക് ഒരു പുതിയ ആരംഭം എന്റെ ദൈവം തരുന്നു. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം അനീതിയുടെ ദൈവമല്ല. വീണ്ടും നിന്നോട് കരുണ കാണിക്കുന്ന, വീണ്ടും നിന്നെ വീണ്ടെടുക്കുന്ന, വീണ്ടും നിനക്കൊരു സെക്കൻഡ് ചാൻസ് തരുന്ന, വീണ്ടും ഒരു സെക്കൻഡ് ടച്ച് തരുന്ന ഒരു മഹാദൈവം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ആദ്യ വചനം പറയുന്നു, യോന 3:1 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ അരുളപ്പാട് യോനയ്ക്ക് വീണ്ടും ഉണ്ടായി. 3 പറയുന്നു വീണ്ടും ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നേരത്തെ ഉണ്ടായി. യോനയുടെ പ്രവചന പുസ്തകം 1-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ അവന് അരുളപ്പാടുണ്ടായി. നീ പുറപ്പെട്ട് നിനവെ പട്ടണത്തിലേക്ക് പോകണം, അതിനെ നശിപ്പിക്കാൻ പോവുക, നാശം വരുന്നു എന്ന് പ്രസംഗിക്കുക, ദൈവകോപം വരുന്നു എന്ന് പ്രസംഗിക്കുക. ദൈവനിയോഗം അരുളപ്പാട് കിട്ടിയ അവൻ ബൈബിൾ പഠിക്കുമ്പോ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന നമുക്ക് കാണാം. ദൈവം വിളിച്ചത് അവിടെ പോയി പ്രസംഗിക്കാനാണ്. പക്ഷെ അവൻ പോയില്ല. പകരം വേറൊരു സ്ഥലത്തേക്ക് കപ്പൽ കയറി. ദൈവം ആഗ്രഹിച്ചൊരു സ്ഥലമുണ്ട്, ദൈവം ആഗ്രഹിച്ചൊരു പ്ലേസിലേക്ക് പോകാൻ അവന് പറ്റിയില്ല. ആദ്യം ഒരു അരുളപ്പാട് കിട്ടിയവനാ. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ ആ വഴി വെടുക്കാൻ നമുക്ക് സാധിച്ച് കാണത്തില്ലായിരിക്കാം. ആരെങ്കിലും മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കഴിഞ്ഞ നാളിൽ എനിക്ക് പറ്റിയില്ലല്ലോ, ആ സ്റ്റെപ്പ് വെക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ, ആ തീരുമാനത്തിൽ മുന്നേറാൻ പറ്റിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ദൈവം അവനെ ആഗ്രഹിച്ചു, പക്ഷെ അവൻ നടന്നില്ല. അവൻ വേറെ ട്രാക്ക് എടുത്തു. പിന്നെ പ്രശ്ന അനുഭവങ്ങൾ കൂടെ കടന്നുപോയി. ആ കപ്പലിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാറ്റും കോളുമായി ശാന്തമാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കഥ ഷോർട്ട് ചെയ്ത് പറയും. അവരെല്ലാം കൂടെ പിടിച്ച് ഇവനെ പിടിച്ച് കടലിലോട്ടങ്ങ് എറിഞ്ഞു. ഇവൻ തന്നെ പറഞ്ഞു, ഞാൻ വഴിതെറ്റി വരുന്നത്. ദൈവത്തിന്റെ ഒരു 1-ാം തൊടൽ അനുഭവിച്ച വ്യക്തി, ശബ്ദം കേട്ട വ്യക്തി, അതനുസരിക്കാതെ ഞാൻ ട്രാക്ക് മാറുകയാണ്. അതുകൊണ്ട് എന്നെ പിടിച്ചങ്ങ് കടലിലോട്ട്. ആ കടലിൽ ഇട്ടപ്പോ കടല് മുഴുവൻ ശാന്തമായി, കപ്പൽ യാത്ര സുഖമായി. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവ വഴി വിട്ടാണ് നമ്മൾ നടക്കുന്നെങ്കിൽ ദൈവത്തെ
ദൈവത്തിന് എന്നാൽ നമ്മെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടെ അസ്വസ്ഥമാണ്, അവരും കൂടെ വല്ലാതാവും. പുള്ളി എന്നെ പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ, എന്നെ പിടിച്ചങ്ങ് ഇടുക. എന്നെ ഇവിടെ നിന്ന് അങ്ങ് മാറ്റിയാൽ നിങ്ങൾക്ക് വലിയ സുഖമായിരിക്കും. അതുപോലെ സംഭവിച്ചു. ശാന്തം ഇട്ടു. വിളിയുള്ളവനായതുകൊണ്ട് അവനെ വിഴുങ്ങാൻ ഒരു മീനിനെ ദൈവം കൽപ്പിച്ചാക്കി. അതിൻ്റെ അകത്ത് മീൻ വിഴുങ്ങി. അതിൻ്റെ അകത്ത് കിടന്ന് അവൻ 2-ാം അധ്യായത്തിൽ ശക്തമായൊരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കുക. ആഴിയുടെ അകത്ത് വീണാലും സകലതും എന്നെ ചുറ്റിയാലും നീ എന്നെ രക്ഷിക്കുന്ന ദൈവമല്ലോ. ചില സാഹചര്യം കൊണ്ട് വീണുപോയേക്കാം, ആഴിയുടെ അഗാധത്തിലായിരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ 2-ാം അധ്യായത്തിൽ നിങ്ങളത് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. മനോഹരമായ പ്രാർത്ഥനയാണ്, പ്രാർത്ഥിക്കാനുള്ള ശക്തമേറിയ വചനങ്ങളാണ്. നീ എന്നെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. 2:3 മുതൽ പ്രവാഹങ്ങൾ എന്നെ ചുറ്റി, ഓളങ്ങളും തിരമാലകളും എന്റെ മീതെ കടന്നുപോയി. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. എന്നിട്ട് പറയും, നീയോ യഹോവേ എന്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്നെ തിരിച്ചു കയറ്റിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എത്ര ആഴിയുടെ അഗാധതയിൽ വീട് പോയാലോ, പ്രാണലോളം പലതും നിന്നെ ചുറ്റി വളഞ്ഞെന്ന് പറഞ്ഞാലോ, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഈ സത്യം മനസ്സിലാക്കണോ? എത്ര അടിവാരത്തിൽ നീ കേറിപ്പോയാലോ, ഏതൊക്കെ സംഭവങ്ങൾ നിന്നെ കേറി ചുറ്റി വളഞ്ഞെന്ന് പറഞ്ഞാലോ, നിന്നെ വരിഞ്ഞു മുറുക്കി എന്ന് പറഞ്ഞാലോ, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഈ വിശ്വാസം അകത്ത് കയറട്ടെ. എത്ര ആഴത്തിൽ നീ വീണു പോയാലോ, ഏതൊക്കെ പർവ്വത പ്രവാഹങ്ങൾ നിന്നെ ചുറ്റി എന്ന് പറഞ്ഞാലോ, ആ അഗാധതയിൽ നിന്നെ രക്ഷിപ്പാൻ കരുത്തുറ്റുള്ള കഴിവുള്ള വിശ്വസ്തനായ മഹാദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തെ സേവിക്കുന്നത്, ആ ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നത്, ആ ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിയുള്ള നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിച്ചാലും നീ വീണ്ടും തിരിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അസാധാരണമായത് സംഭവിക്കും. പ്രശ്നം ഇത്ര വന്നിട്ടും എല്ലാവരും ശ്രദ്ധിച്ചേ, ഞാൻ എന്തുകൊണ്ട് തകർന്നു പോകുന്നില്ല പാസ്റ്റർ ബ്രദർ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം, നിന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. നിന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. നമ്മേക്കാൾ അപ്പുറം, മറ്റുള്ളവരെക്കാൾ അപ്പുറം പ്രശ്നങ്ങൾ നമ്മൾ കയറി ഇറങ്ങിപ്പോയി. പക്ഷെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിനക്ക് ആ വഴി നടക്കാൻ പറ്റിക്കാണത്തില്ലായിരിക്കാം, ട്രാക്ക് മാറിയായിരിക്കാം ഓടിയത്. പക്ഷെ ഏത് അഗാധത്തിൽ കിടന്നാലും നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാണൻ അപകടത്തിലായപ്പോൾ അവൻ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോ വിഴുങ്ങിയ ആ തിമിംഗലത്തിന്റെ മത്സ്യത്തിന് പിന്നെ ഇവനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. ബൈബിൾ പറയുന്നു, ആ മത്സ്യം യോനെ കരയ്ക്ക് കൊണ്ട് ഛർദ്ദിച്ചു കളഞ്ഞു. കരയ്ക്ക് കൊണ്ട് പ്രാർത്ഥനയുടെ വിടുതൽ ശ്രദ്ധിച്ചോണം. അധിക നാള് ലവന് കയറി നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. നീ പുറത്തു വരും, പുറത്തു വരും. നിന്നെ വിഴുങ്ങുമെന്ന് പറയുന്നിടത്തു നിന്നും, കാരണം ഇതിന്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് യോനയുടെ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന തുടങ്ങിയപ്പം ഈ തിമിംഗലത്തിന് വിഴുങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇത് കിടക്കുക, പ്രാർത്ഥന ഉയരുക, പ്രാർത്ഥന ഉയരുക, പ്രാർത്ഥന ഉയരുക. ഒരു സമയമായിപ്പോ തിമിംഗലത്തിന് മനസ്സിലായി, ഇനി ഇവനെ പിടിച്ചു വെക്കണ്ട, ഛർദ്ദിച്ചങ്ങ് കളഞ്ഞേക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാ, അധിക നാള് ചിലതിന്റെ അകത്ത് നീ കിടക്കത്തില്ല. ദൈവത്താൽ നീ പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. എന്തോ ഈ ദിവസങ്ങളിൽ നിന്നെ വരിഞ്ഞു മുറുക്കുന്ന, ഏതോ ആഘാതത്തിൽ ആഴിയിൽ നിന്നെ ഇട്ടിരിക്കുന്ന ചില വിഷയത്തിൽ നിന്ന് നീ പുറത്തു വരാൻ പോകുന്നു. നിന്നെ ഏതാണോ വിഴുങ്ങിയത് അത് തന്നെ തിരിച്ചു നിന്നെ ശ്രദ്ധിക്കും. This is the mighty message.
ഇതൊരു പ്രവചന ശബ്ദമാണ്. ഇതേതോ കുടുംബങ്ങളിൽ വന്ന് വീഴുകയാണ്. ഈ പകൽ ഈ വചനം പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബം, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയെ ഏതൊക്കെ വിഴുങ്ങിയെന്ന് പറഞ്ഞാലോ അത് പുറത്തു വരാം. ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചോ. ഏതൊക്കെയോ വിഴുങ്ങിയത് പുറത്തു വരാൻ പോകുക, പുറത്തു വരാൻ പോകുക. ഏതൊക്കെ അവസ്ഥ നീ പുറത്തു വരാൻ പോകുക. മരിച്ചെടുത്ത 3-ാം നാൾ കല്ലറയിൽ നിന്ന് എന്റെ യേശു കർത്താവ് പുറത്തു വന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ പുനരുദ്ധാര ശക്തിയാൽ നീ പുറത്തു വരും. ആ മാനസിക സംഘർഷത്തിൽ നിന്നും, ആ ഭയത്തിന്റെ അവസ്ഥയിൽ നിന്നും, മന്ദത പിടിച്ച അവസ്ഥയിൽ നിന്നും, സന്തോഷമില്ലാത്ത അവസ്ഥയിൽ നിന്നും നീ പുറത്തു വരും, പുറത്തു വരും. ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, യേശുവിനെ അറിഞ്ഞിട്ടും സ്നാനപ്പെട്ടിട്ടും ആരാധിക്കാൻ വന്നിട്ടും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിൽ നിന്നും പുറത്തു വാ. പ്രാർത്ഥിക്കുന്നതിനെ പുറത്തു കൊണ്ടുവന്നു. ആ പ്രാർത്ഥിക്കുന്നവനെ പുറത്തു കൊണ്ടുവരും മാത്രമല്ല, 2ന്റെ അവസാനം പറയുന്നു തിമിംഗലം കൊണ്ട് ഛർദ്ദിച്ചു കരയ്ക്കകത്ത്. 3ന്റെ 1 പറയുന്നു രണ്ടാമതും ദൈവത്തിന്റെ അരുളപ്പാട് വെളിപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നീ ചിലതിന്ന് പുറത്തു വന്നിട്ട് രണ്ടാമത് ദൈവം നിന്നോട് ഇടപെടാൻ പോകുക. ഒരു സെക്കൻഡ് വോയിസ്, ഒരു സെക്കൻഡ് ടച്ച്, ഒരു സെക്കൻഡ് ബിഗിനിങ്, പുതിയ ആരംഭം, ഒരു സെക്കൻഡ് ചാൻസ്. ഒരു ചാൻസ് ചിലർക്ക് തരിക. തിരിച്ചു കയറുക, നീ തിരിച്ചു കയറി വാ. യെസ്, കഴിഞ്ഞ നാളിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുമായിരുന്നോ? കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണുമായിരുന്നോ? എല്ലാ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ ഒരു ദൂതുമായി ആ സ്വപ്നത്തോടാണ് എഴുന്നേൽക്കുന്നത്. മങ്ങിപ്പോയോ? വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവം ചിലതോട് ഇടപെടാൻ പോകുകയാണ്. വിശ്വാസത്തിൽ വന്ന സമയത്ത് ചില മണിക്കൂറുകൾ ദിവസം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നോ? മണിക്കൂർ മാറ്റിവെച്ച് ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നോ? പക്ഷെ ഇപ്പൊ പറ്റുന്നില്ലയോ? രണ്ടാമത് നിന്നോട് ഇടപെടാൻ പോകുകയാണ്. നിന്റെ ആത്മീയ ജീവിതം മാറാൻ പോകുകയാണ്. ശുഭലബല ഗഡരഗതിയാന്തര ഓ ശിബാൽ ഖത്തരാരിഗദ. ദൈവം വീണ്ടും സംസാരിക്കുന്നു. കഴിഞ്ഞ നാളിൽ നിങ്ങൾ വിശ്വാസത്തിൽ വന്ന് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ആ അവസ്ഥയല്ലല്ലോ. നിങ്ങളൊന്ന് മുഴങ്കാല് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് തോന്നുന്നില്ല. മങ്ങിക്കിടക്കുകയാണോ? ഒരു സെക്കൻഡ് ടച്ച് വരിപ്പെടാൻ പോകുക. വീണ്ടും നിന്നെ ബലപ്പെടുത്താൻ പോകുക. ഈ മീറ്റിംഗിന്റെ അവസാനം അങ്ങനെയുള്ള വ്യക്തി എൻ്റെ അടുത്തുനിന്ന് വരണം. കഴിഞ്ഞ നാളുകൾ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില ആലോചന നിങ്ങൾക്ക് തരുന്നോണ്ടിരുന്നതാ. പക്ഷെ ഇപ്പൊ അത്ര അങ്ങോട്ട് വേണ്ട പോലെ ലഭിക്കുന്നില്ല. എങ്കിൽ ഇന്ന് പൊട്ട് പ്രാർത്ഥിച്ചോ. ദൈവം ആഴത്തിൽ ചിലരെ തൊടുന്നുണ്ട്. ഒരാളൊന്നും അല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. താങ്ക് യു ജീസസ്. യോന 1 ഓടിപ്പോയി. ഒന്നാമത് അരുളപ്പാട് കിട്ടിയിട്ട് നിനവേൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് പ്രസംഗിച്ചില്ല. 2 പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ചു. 3 വീണ്ടും അരുളപ്പാട്. ഓടിപ്പോയവനെ കൊണ്ട് വീണ്ടും നിനവേലേക്ക് ദൈവം ഓടിച്ചു. അവനെ റീപ്ലേസ് ചെയ്യുകയല്ല. യോന എന്ന വ്യക്തിക്ക് പകരം വേറെ വ്യക്തിയെ കൊണ്ടുവരില്ല. അത് റീപ്ലേസ് എന്ന് പറയും. ഇത് റീസ്റ്റോറാ. വീണ്ടും ടച്ച് ചെയ്ത് അവനെ അവിടെ തന്നെ നിർത്തി. വേറെ ആളെ കിട്ടാത്തോണ്ടൊന്നുമല്ല, പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ചിലരെ ഒന്ന് റീസ്റ്റോർ ആക്കാൻ പോവാ. വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാൻ പോവാ.
മനോഹരമായൊരു വാക്കുണ്ട് യെശയ്യാപ്രവചനത്തിലെ, അത് തന്നെ പുതിയ നിയമത്തിൽ കാണാം. മത്തായി 12:19. അവൻ ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്ത് കളയാത്തവൻ. ഒരിക്കൽ കൂടെ പറയാം, ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ. ഈ ഫ്ലൂട്ട് ഓടക്കുഴലുണ്ട്, അതിങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ ഹോള്, നമ്മൾ കഴിഞ്ഞ ആഴ്ച കാഹളം വായിച്ചില്ലേ, അതിൻ്റെതായ രീതിയുണ്ട്, അതിന്റെ വളവുണ്ട്. എവിടെങ്കിലും ഒന്ന് ചതവ് ഒടുവ പറ്റിയാൽ ഈ രീതിയിലുള്ള സൗണ്ട് പുറത്തു വരത്തില്ല. അതുപോലെ ഓടക്കുഴൽ, അതാ അതിന്റെ രീതിയിലാ, ആ ട്യൂണിലാ, ആ ഹാർമണിയിൽ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് എന്തെങ്കിലും ചതവ് പറ്റിയാൽ പിന്നെ കൊള്ളത്തില്ല. അതാ ചതഞ്ഞ ഓട. സാധാരണ എല്ലാവരും എന്ത് ചെയ്യും? പുകയുന്ന തിരി പുകഞ്ഞുകൊണ്ടിരിക്കുക, അത് ഇരുന്നിരുന്ന് കറുപ്പായി സ്മെല്ലായി നാറ്റക്കേസാ, അതങ്ങ് കെടുത്തി വെള്ളം ഒഴിച്ച് കളയുക. പക്ഷെ ബൈബിൾ പറയുന്നൊരു ദൈവം ചതഞ്ഞ ഓട ഒടിച്ച് കളയാത്തവൻ, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിയെ കെടുത്തി കളയാത്ത ദൈവം. ആമേൻ. അതാ ഈ ദൈവം. രണ്ടാമതൊരു അരുളപ്പാടുണ്ടായി. രണ്ടാമത് അവരോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞ ദൂത് നിന്നിൽ കൂടെ നിറവേറ്റാൻ പോവുകയാണ്. എന്തിനാ രണ്ടാമത് ഇടപെട്ടെ? ആദ്യം ഇടപെട്ടൊരു ശബ്ദം നിന്നെ കൊണ്ട് നിവർത്തിക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ ദൈവം എന്തിനാ രണ്ടാമതൊരു ഇടപെടൽ, രണ്ടാമതൊരു ചാൻസ്, രണ്ടാമതൊരു തൊടൽ ദൈവം തരുന്നറിയാമോ? നാളുകൾക്ക് മുമ്പ് നിന്നോട് പറഞ്ഞ ദൂതിനെ നിറവേറ്റാനായി ദൈവം അത് ചെയ്യും. ഒന്ന് വേഗത്തിൽ ശ്രദ്ധിച്ചേ. 8:22 മുതൽ. അവൻ ബേത്സേദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ, യേശു കർത്താവും കൂട്ടരും ബേത്സേദയിൽ എത്തി. കുരുടൻ വെച്ചാൽ അന്ധനായ ഒരാളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ചിലർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അയാളെ തൊടണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അപ്പൊ ബേത്സേദയിൽ യേശു എത്തിയപ്പോൾ അന്ധനായ ഒരാളെ ചിലർ കൊണ്ടുവന്നു. ആ വ്യക്തിയെ തൊടണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി. ഇനി ശ്രദ്ധിക്കണമേ. 23 പറയുന്നു, അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച്. 22 നമ്മൾ ശ്രദ്ധിക്കാൻ പോവാം. അപ്പൊ ചിലര് 22 ഒന്ന് കാണിച്ച്, ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് ചിലര് പറഞ്ഞു അവനെ ഒന്ന് തൊടേഷിച്ചു. കണ്ണ് കാണാൻ പറ്റാതെ, മുന്നോട്ടുള്ള സ്റ്റെപ്പ് വെക്കാൻ പറ്റാതെ ഇരുട്ടടച്ചൊരു മനുഷ്യനെ ചിലര് ആരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു? യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. വെളിച്ചം കിട്ടിയ നമ്മുടെ കടമയാണ് വെളിച്ചമില്ലാത്തവനെ കർത്താവിലേക്ക് കൊണ്ടുവരേണ്ടത്. നമുക്കൊരു വെളിച്ചം കിട്ടി വീണ്ടും ആ വെളിച്ചത്തിൽ ഇരിക്കുക മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ വെളിച്ചം കിട്ടാതെ കുരുങ്ങിക്കിടക്കുന്ന ചിലതിനെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. ഇതൊരു വിളിയാണ്, ഇതൊരു സുവിശേഷീകരണമാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സകലരോടും ദൈവാത്മാവ് പറയും, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെളിച്ചം ഏതെങ്കിലും ഏരിയയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഉടയപ്പെട്ട ചിലതിനെ ആ വെളിച്ചം തന്നവന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. എത്ര പേര് ഇന്നൊരു തീരുമാനം എടുക്കും? ഒരാളെ കണ്ട് സാരമില്ല ബ്രദർ, സഹോദര സഹോദരി, ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു കടമയാണത്, നമ്മുടെ ഒരു കടപ്പാടാണ്. ദൈവം പറഞ്ഞ അന്ത്യ കൽപ്പനയാണ്. നമ്മൾ യേശുവിന്റെ വാക്കിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ടല്ലോ. യേശു അവസാനം പറഞ്ഞ വാക്കെന്ത്? നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം അറിയാവുന്നവർ പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വചനം, നമ്മുടെ ചർച്ചയിൽ ഒരു പ്രശ്നമുള്ള സംഭവം, ഈ വചനം പറയുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ആയിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന വചനം, യഹോവ എൻ്റെ, അത് തന്നെ പറയാൻ, അതായോണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു വന്നതാ. പിള്ളേരൊക്കെ നിങ്ങൾ പറ, അത് ഞാൻ പാസ്റ്റർ തന്നെ പറയണമെന്ന് പറയരുത്. നിങ്ങൾക്കറിയാം അത് പറയുമ്പോൾ എന്നറിയോ, നമ്മുടെ അകത്ത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ, നമ്മൾ തന്നെ ഈ വചനം പറയാണ്. നിങ്ങൾക്കറിയാവുന്ന വചനം പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് ഏറ്റു പറയണം. ഏറ്റു പറയുമ്പോ അത് ഏറ്റവും അനുഗ്രഹം. ഞാൻ തന്നെ പറഞ്ഞു
മാറിയാൽ അത് മാറും. പറഞ്ഞു, എന്താ പറഞ്ഞു വന്നേ? ആ, വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മറ്റുള്ളവരെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. നിങ്ങൾ അറിയാതെ വചനമാണെങ്കിൽ കയറി അങ്ങ് പറഞ്ഞോണം. പ്രസംഗത്തിന്റെ ഇടയ്ക്കല്ലല്ലോ, നമ്മൾ പറയുമ്പോ നമ്മുടെ അകത്ത് വിശ്വാസം പറഞ്ഞു. നമ്മളിത് പറയുമ്പോൾ അടുത്തൊരാൾക്ക് ഒരു ആക്റ്റീവ്നെസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലായി, അത് പറയുമ്പോൾ ആ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനം. അപ്പൊ 2-3 പ്രാവശ്യം വചനം കേൾക്കുമ്പോൾ തന്നെ അകത്തൊരു വിശ്വാസം വരും. രോഗസൗഖ്യത്തെ കുറിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തോന്നില്ലയോ? മനസ്സ് മടിച്ചിരിക്കുകയാണോ? രോഗസൗഖ്യത്തിന്റെ 3-4 വാക്യം എടുത്ത് നിന്ന് ഉറക്കെ വായിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത് കയറും. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാവും. ആമേൻ. അപ്പം നമുക്ക് അല്പമെങ്കിലും ഒരു വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടമയാണ് മറ്റുള്ളവരെയും കൂടെ ഇതിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടെത്തിക്കണം. ഇവരുണ്ടോ? യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. കർത്താവ് അവനെ ഒന്ന് തൊടണം. അവൻ കുരുടനാ, അവന് പറ്റത്തില്ല. ഇതുപോലെ തന്നെ യേശുവിന്റെ ഇടയ്ക്ക് പക്ഷവാതം പിടിച്ചൊരു മനുഷ്യനെ 4 പേര് ചുമന്നുകൊണ്ട് വന്നു. അവർക്ക് ചുമന്നുകൊണ്ട് വന്നപ്പോൾ തടസ്സം വന്നപ്പോഴും അവര് മേൽക്കൂര പൊളിച്ച് ഇറക്കി വെച്ചു. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നേ, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് അവനെ ദൈവം സൗഖ്യമാക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചിലരെ കൂടെ കൊണ്ടുവരാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കും. നമ്മൾ പറഞ്ഞു തുടങ്ങി കർത്താവിന്റെ അന്ത്യകൽപ്പന അത് തന്നെയാ. യേശു അവസാനം പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ കാര്യം പറയാം. നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ. സ്വർലോകത്തിലെ ഭൂലോകത്തിലെ സകല അധികാരം എനിക്ക് തന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതിയുടെ സുവിശേഷം പ്രസംഗിപ്പീൻ. നമ്മുടെ കടമയാണ്. നിങ്ങൾ പോയി ഈ സുവിശേഷം പ്രസംഗിപ്പീൻ, സകലയിലേക്കും എത്തുവീൻ. അതിനൊരു മുഖാന്തരമാണ് അങ്ങനെ ഇരുട്ടുമൂടി കിടക്കുന്നവന്, അന്ധന് സ്വയം വരാൻ പറ്റത്തില്ല. അവനെ കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. നെഞ്ചത്തോട് കൈവച്ചിട്ട് പറ, എന്റെ കടമയാന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പറയാം, എന്റെ കടമയാണ്. ഒരു വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും രീതിയിൽ ആത്മാക്കളെ കൊണ്ടുവരണം നമ്മുടെ കടമയാണ്. അപ്പൊ അവര് കൊണ്ടുവന്ന ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ആ കുരുടന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അവനെ ഒന്ന് നീ തൊടണമേ. അവനെ നീ ഒന്ന് തൊടണം. ഇനി വായിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. പക്ഷേ ശ്രദ്ധിച്ചോണം, യേശു വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ സൗഖ്യം നടത്തുന്നത്. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ പുരുഷാരം ഇത്രയും പേര് വന്നപ്പോ അവരുടെ നടുവീന്ന് ഇവനെ എന്ത് ചെയ്തു? കർത്താവ് കൈക്ക് പിടിച്ച് ഊരിന്, ആ ലാൻഡിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും. അതിന്റെ ഒരു ആത്മീയ മർമ്മം എന്താണെന്നറിയാമോ? ഈ ബെഥേസ്ദയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അവിശ്വാസമുള്ള ഒരു ദേശമായിരുന്നു. എന്തോ അത്ഭുതം കണ്ടാലും വിശ്വസിക്കത്തില്ല. ചിലരങ്ങനെ അത്ഭുതം കണ്ടാലും വിശ്വസിക്കണമെന്നോ കർത്താവിന്റെ അടുത്ത് വരണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. അത് കിട്ടിപ്പോയി. മത്തായി 11:20-21 കിടപ്പുണ്ട്. പിന്നെ അവൻ വലിയ വീര്യപ്രവൃത്തികൾ നടന്ന മിക്ക പട്ടണങ്ങളും മാനസാന്തരപ്പെടായാൽ അവയെ അവൻ ശാസിച്ചു തുടങ്ങി. മത്തായി 11:21. മഹാകഷ്ടം. കണ്ടോ ആ സ്ഥലം? നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. കണ്ടോ, അവർക്ക് വിശ്വാസമില്ല. അപ്പൊ ആ ഒരു സാഹചര്യം ആയതുകൊണ്ടാ ആ ഊരിന്ന് അവനെ കർത്താവ് കൈക്ക് പിടിച്ച് എന്ത് ചെയ്തത്? ഇനി ശ്രദ്ധിച്ചേ, ചില അത്ഭുതം നടക്കണമെങ്കിൽ ചില അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രശ്നമാണ്. ഇവര് വിശ്വാസമില്ലാത്ത സമൂഹം.
വീര്യപ്രവൃത്തി നടന്നാലും മാനസാന്തരം ഇല്ലാത്ത സമൂഹമാണ്. ആ ബെഥേസ്ദയിലാണ് പറഞ്ഞത്, ഹേ നിനക്ക് മഹാകഷ്ടം. അതുകൊണ്ട് കർത്താവ് അവനെ അവിടുന്ന് കൈക്ക് പിടിച്ച ഊരിയെന്ന് തന്നെ ഇങ്ങ് പുറത്തു. ചില മിറക്കിൾ നടക്കാൻ, ദൈവത്തിന്റെ തൊടൽ അനുഭവിക്കണമെങ്കിൽ ചില എൻവയോൺമെന്റ് നമുക്ക് ശരിയാകത്തില്ല, ചില അന്തരീക്ഷം അതിൻ്റെ അകത്ത് നടക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ അന്തരീക്ഷത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. എലീശ പ്രവാചകന്റെ അടുത്ത് ഒരു അരുളപ്പാടിന് ചെന്നപ്പോൾ എലീശ ആദ്യം പറഞ്ഞു കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങൾ വീണക്കാരെ കൊണ്ടുവരേ, സംഗീതക്കാരെ കൊണ്ടുവരേ, അവരൊന്ന് പാടി ആരാധിക്കട്ടെ. അവര് വീണ വായിച്ച് പാടി ആരാധിച്ചപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ പ്രവചിച്ചു തുടങ്ങി. അപ്പൊ ചില കാര്യത്തിന് അന്തരീക്ഷം നല്ല വേണം. അപ്പം ഈ ഊരിന്ന് പുറത്താക്കിയ ഈ അവിശ്വാസത്തിന്റെ എൻവയോൺമെന്റിൽ നിന്നാൽ അത്ഭുതം നടക്കത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ വാക്കാകാം, നമ്മുടെ പ്രവൃത്തിയാകാം, ജീവിതത്തിന്റെ സാഹചര്യമാകാം, അത്ഭുതം നടക്കുന്നതിന് തടയുന്ന ചില അവിശ്വാസത്തിന്റെ അന്തരീക്ഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ തടയുന്നതായിരിക്കും. നെഗറ്റീവ് മാത്രം പറയുന്ന വ്യക്തികളോട്ടാണ് നമുക്ക് ബന്ധമെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ്നെസ് മാത്രമേ വരത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നത്തില്ല. അതെല്ലാം അങ്ങനെ, ഇതെല്ലാം അങ്ങനെ, അതെല്ലാം അങ്ങനെ, ഇതെല്ലാം അങ്ങനെ. നമുക്ക് വേറെ ചിലരുണ്ട് നമ്മളെ ബൂസ്റ്റ് ചെയ്യും. നമ്മൾ തളർന്ന് അല്ല പ്രാർത്ഥിര്, നീ രക്ഷ വീണ്ടും പ്രാർത്ഥിര്, ദൈവപ്രവൃത്തി വെളിപ്പെടും, വീണ്ടും ആരാധിക്ക് എന്ന് പറയുമ്പോൾ അത് അത്ഭുതത്തിലേക്ക് വഴിമാറും. അപ്പൊ നമ്മളത് ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു വരാനും ഇവിടെ വന്നാലും പ്രാർത്ഥിച്ചിരിക്കാൻ പറഞ്ഞാൽ അതൊരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിന്റെ അകത്ത് അത്ഭുതങ്ങൾ നടന്നിരിക്കും. എക്സ്പെക്ടേഷൻ. അതായത് പറഞ്ഞ ആരാധനയുടെ മെയിൻ ഭാഗം വരുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരും ചലിക്കില്ല, അങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ എന്താണ്? ഇതൊരു അന്തരീക്ഷമാണ്. ആ കൊതിയോടെ, ആ വാഞ്ചയോടെ ഒരു കൂട്ടം അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം അതിൻ്റെ അകത്ത് ചലിക്കും. അപ്പൊ നമ്മൾ ഇരിക്കുന്ന മൈൻഡ് ഒന്ന് പ്രാപിക്കണം, കൊതിക്കുന്നു, വിടുതൽ അനുഭവിക്കണം. ഇതേ സംഭവം തന്നെയാണ് പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീട്ടിൽ യേശു ചെന്നപ്പോഴും ആ കുഞ്ഞിനെ ഉയർപ്പിക്കാൻ ചെന്നപ്പോഴും അവിടെ കിടന്ന ആരവാരവും കരച്ചിലും ബഹളവും എല്ലാം ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവരെയല്ല യേശു പുറത്താക്കി. മർക്കോസ് 5:40 കിടപ്പുണ്ട്. അവരെയല്ല യേശു കർത്താവ് പുറത്താക്കി. എന്നിട്ടാണ് അകത്ത് നിന്ന് പ്രാർത്ഥിച്ചത്, കുട്ടിയെ ബാലെ എഴുന്നേൽപ്പിച്ചു. അപ്പൊ അവിടെ കണ്ടോ, കാരണം ആ അനുഭവത്തിൽ നിന്ന് അവര് പറയാ അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ബാല ഉറങ്ങാതെ അല്ല മരിച്ചുപോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിലാണ്. അവർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവരെ അടിച്ച റൂമിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോ ആ കൊച്ചു എഴുന്നേറ്റു. ചില അവിശ്വാസത്തിന്റെ മണ്ഡലം നമ്മളിൽ നിന്ന്, നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറിയാൽ അതൊരു അത്ഭുതമായിരിക്കും. അപ്പം വിശ്വാസത്തോടെ ചിലര് യേശുവിന്റെ അടുക്കിലേക്ക് ഒരു കുടനെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. നമ്മുടെ കടമ. 2, അടുത്തത് ചില ദൈവപ്രവൃത്തിയെ തടയുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ചിലത് പുറത്തു വന്നു. അപ്പൊ ഇവനെ കൈക്ക് പിടിച്ച് ഊരിന്ന് പുറത്തുണ്ട്. ഇനി വായിച്ചു വേഗത്തിൽ. കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈ വെച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നിട്ട് തുപ്പിയിട്ട് ഇതുവരെ വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് ചെയ്യുന്നത്. എന്നിട്ട് അവനെ തൊട്ടിട്ട് പറഞ്ഞു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു. ഇതുവരെ തപ്പി തടഞ്ഞു വന്നവനെ ഒരു തൊടല് കഴിഞ്ഞപ്പോ അവനൊന്ന് തല ഉയർത്തി. അവൻ മേലോട്ട് നോക്കി. എന്നിട്ട് അവൻ എന്താ പറയുന്നേ? ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്, ഇതുവരെ കാണാത്ത ഞാൻ കാണുന്നു. പക്ഷെ അവര് നടന്നു പോകുമ്പോ എങ്ങനെ നടക്കുന്നതായിട്ട് തോന്നും? നിങ്ങൾ മരങ്ങളൊന്നും ചിന്തിച്ചേ. ഇങ്ങനൊരിത്, 4 സൈഡും ബ്രാഞ്ച്, അത് ആ മരം ഒന്ന് നടക്കുന്ന എല്ലാവരും ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ. എല്ലാവരും ഒന്ന് ചിന്തിച്ചേ. ഒരു ട്രീ, ഒരു മരം നടക്കുന്നു. ഇതുപോലെ മനുഷ്യൻ നടക്കുന്നതായിട്ട് തോന്നുന്നു. എന്തോ ഒന്ന് നടക്കുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് വ്യക്തമാണ്. മരങ്ങൾ നടന്നാൽ എങ്ങനെ ഇരിക്കും? എല്ലാം കൂടെ ഒരു പാർഷ്യൽ വിഷൻ, പകുതി മാത്രം അടഞ്ഞു കാണുന്ന ഒരു അനുഭവം. ഒന്നാമത്തെ തൊടലിൽ എന്തു സംഭവിച്ചു? ഒരു പകുതിയായിട്ട് വന്ന് നിൽക്കുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അനുഭവം. ഒന്നാം ഘട്ടത്തിൽ അത് ഓക്കെയാ, ഒന്നുമില്ലാതെ കുനിഞ്ഞു നടന്നവന്റെ കണ്ണൊന്ന് ജസ്റ്റ് തൊട്ടു. അവൻ മേലോട്ട് നോക്കി, ചെറിയ
കാഴ്ചകൾ കണ്ടു തുടങ്ങി. ആത്മീയ ജീവിതത്തിൽ പറയുമ്പോൾ ഒരു പകുതിയായിട്ടുള്ള ആത്മീയ അനുഭവം, ആത്മീയ കാഴ്ചപ്പാട് ലഭിച്ചു. ഒരു പാർഷ്യൽ സ്പിരിച്വൽ സൈറ്റ് കാഴ്ച. നമുക്കെല്ലാം തുടക്കത്തിൽ അതാ ലഭിക്കുന്നത്. പക്ഷേ അവിടം കൊണ്ട് നമ്മൾ നിൽക്കരുത്. അവിടുന്ന് ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളരണം. അല്ലെങ്കിൽ നമുക്ക് പല പ്രതിസന്ധിയുണ്ട്. കർത്താവിനെ കറക്റ്റായിട്ട് അറിയില്ല, പൂർത്തീകരണം വരത്തില്ല പലതിനും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ തൊടൽ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ വളരണം. എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ ഒരു പകുതി മനസ്സിലാക്കുക, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, മനുഷ്യൻ നടക്കുന്നു, പക്ഷെ ക്ലാരിറ്റി വരത്തില്ല. പക്ഷെ അവിടെ നിൽക്കരുത്. ചിലപ്പോൾ എന്റെ കണ്ണ് തുറന്നല്ലോ, ഒന്നും കാണാത്ത ഞാൻ ഏതാണ്ടൊക്കെ മനുഷ്യൻ നടക്കുന്ന പോലെങ്കിലും എനിക്ക് തോന്നുന്നല്ലോ എന്ന്. അങ്ങനല്ല. അവിടെ അത് അപകടകരമായി, കുറച്ച് കഴിയുമ്പോൾ അപകടമായി. ആദ്യം നല്ലതാ, കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെ. പക്ഷെ അവിടുന്ന് നമ്മൾ വളരണം. ആ മെച്യൂരിറ്റിയിലേക്ക് വളരണം. ആ ആത്മീയ അനുഭവത്തിലേക്ക് വളരണം. ആ പാർഷ്യൽ കിട്ടിയ വെളിപ്പാടിൽ നിന്നും, ആ വെളിച്ചത്തിൽ നിന്നും നമ്മൾ മുന്നോട്ട് വളരണം. കർത്താവിനെ അറിയാം, പക്ഷെ ക്ലാരിറ്റി ഇല്ലാതെ അറിയുന്നു. മനുഷ്യനെ കാണുന്നുണ്ട്, പക്ഷെ എന്തില്ല? ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല. യേശുവിനെ അറിഞ്ഞു, പക്ഷെ ക്ലാരിറ്റി വന്നില്ല. ആത്മീയ സത്യങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷെ അങ്ങോട്ട് എന്ത് വന്നില്ല? പക്ഷെ അവിടുന്ന് വളരണം. അതിനെ നമ്മൾ കൊതിക്കാൻ തയ്യാറായാൽ അടുത്ത വാക്കാണ് ശ്രദ്ധിക്കണം. അപ്പം അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ നടക്കുന്ന പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവനെ 25. അപ്പൊ കിട്ടി അവൻ പോകാതെ വീണ്ടും യേശുവിന്റെ അടുത്ത് അവൻ നിൽക്കുന്നത് കൊണ്ട് അവൻ പിന്നെയും കണ്ണിന്മേൽ കൈവച്ചു. ഇന്നത്തെ ദൂതിതാണ്. വീണ്ടും ഇതുപോലെ പകുതി വെളിച്ചം കിട്ടി, പകുതി മനസ്സിലായ നിന്നെ ഒരു കംപ്ലീറ്റിലേക്ക് എത്താൻ വീണ്ടും ഒരു കരം, സെക്കൻഡ് ടച്ച്, ഒരു സെക്കൻഡ് ചാൻസ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തരാൻ പോകുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചേ? കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. എല്ലാം സ്പഷ്ടമായി കണ്ടു. ഉറക്കെ പറ, എല്ലാം സ്പഷ്ടമായി കണ്ടു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതുപോലൊരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ പകുതി കണ്ടത്, പകുതി ശരിയായത്, പകുതിയായി നിൽക്കുന്നതിനെ നീ വീണ്ടും ദൈവസന്നിധിയിൽ കൊതിയോടെ നിൽക്കാൻ തന്നാൽ എൻ്റെ ദൈവം രണ്ടാമതൊരു ചാൻസ് തരാൻ പോവുക, രണ്ടാമതൊരു ശബ്ദം തരാൻ പോവുക, ഒരു സെക്കൻഡ് ടച്ച് നിന്റെ ലൈഫിൽ കർത്താവ് ചെയ്യാൻ പോവുക. ഫ്രഷ് ടച്ച് കിട്ടിയ നിന്നെ ഒരു സെക്കൻഡ് ടച്ചിലേക്ക് ചിലതൊക്കെ ക്ലിയർ ആയി കാണാൻ പോവുക. കഴിഞ്ഞ നാളിൽ പകുതി കണ്ടത്, പാർശ്വലായി കണ്ടത്, അത് പൂർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ കർത്താവിന്റെ പകുതി വെച്ച് ലിമിറ്റ് ചെയ്യരുത്. ഇതുവരെ കണ്ടതല്ല, ഇതുവരെ കണ്ടതിനപ്പുറത്ത് നിന്നെ ചിലത് ദൈവം കാണിക്കാൻ പോകുക. ഇതുവരെ കണ്ടത് അല്പമാണ്, അതിനപ്പുറത്ത് അത് ഭൗതിക മണ്ഡലങ്ങൾ മാത്രമല്ല, ആത്മീയ മണ്ഡലങ്ങളിലും കഴിഞ്ഞ നാളുകളിൽ നരിയാണിയോളമുള്ള അല്ലെങ്കിൽ കാൽപാദമോളല്ല ആത്മീയ അനുഭവങ്ങൾ അനുഭവിച്ചു കാണാം. പക്ഷെ ഇനി നീ കാണാൻ പോകുന്നത് നീന്തിയിട്ടല്ലാത്ത, കടപ്പാൻ വയ്യാത്ത ഒരു ആത്മനദിയുടെ അനുഭവം എന്റെ ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി. അപ്പോ എന്നെ ഒന്ന് രണ്ടാമത് തൊടണം. രണ്ടാമത് ദൈവാത്മാവിന്റെ ടച്ച് എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. എന്റെ അനുഭവങ്ങളെ ദൈവം മാറ്റണം. ബൈബിളിലുടനീളം അത് കാണാം. ശിംശോന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അല്ലെങ്കിൽ താൻ ചെയ്യാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്തത് പറഞ്ഞ്
തന്റെ ജീവിതത്തിന്റെ അഭിഷേകത്തെ ദൈവ സാന്നിധ്യത്തെ കൊണ്ട് കളഞ്ഞു എങ്കിലും ജീവിതത്തിന്റെ ഏറ്റവും വലിയ തകർച്ച നിൽക്കുമ്പോഴോ അവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു പ്രാവശ്യം കൂടെ ആ ശക്തി എനിക്കൊന്ന് അയക്കണമേ. അവരെന്നെ ഒന്ന് നിന്ദിക്കുന്നു, അവര് തിരിച്ചറിയാൻ ഒരു പ്രാവശ്യം, ആ ഒരു പ്രാവശ്യത്തിലേക്ക് ദൈവം വീണ്ടും ശക്തി അയച്ചു ശിംശോന്റെ മേൽ. പഴയ നിയമത്തിൽ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെടാത്ത, യേശുവിന്റെ രക്തം ചൊരിയാത്ത ആ കാലഘട്ടത്തിൽ എന്റെ അപ്പൻ ശിംശോന് വേണ്ടി അത് ചെയ്തെങ്കിൽ, രക്തത്താൽ കരുകൾ പ്രാപിച്ച, രക്തം കൊണ്ട് നേടിയ എന്റെ പൊന്നപ്പൻ നിങ്ങൾക്ക് വേണ്ടി രണ്ടാമത് ഇന്ന് ചിലരൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, രണ്ടാമതൊരു തൊടൽ എന്റെ ജീവിതത്തിൽ ഒന്ന് സംഭവിക്കണം, രണ്ടാമതൊരു ചാൻസ് തരണം. ശിംശോനെ ആകട്ടെ, ദാവീദിനെ ആകട്ടെ, പുതിയ നിയമത്തിൽ പത്രോസിനെ ആകട്ടെ, തള്ളി പറഞ്ഞിട്ട് പോലും തിരിച്ചു പിടിച്ചുകൊണ്ട് ദൈവം കൊണ്ടുവന്നു. തള്ളി പറഞ്ഞവനാണ് പുതുനിയമസഭയിലെ ആദ്യ പ്രസംഗം പ്രസംഗിച്ചത്. ആരാ നമ്മുടെ ദൈവം എന്നറിയോ? എനിക്കറിയാം. ഹല്ലേലൂയ. നീ ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പേ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയൂടാ പത്രോസേ എന്ന് പറഞ്ഞു. അവൻ 1, 2, 3 തള്ളിപ്പറഞ്ഞ് കോഴി കൂവി. അവൻ അതീവ ദുഃഖത്തോടെ കടന്നവനാ. പക്ഷെ കടക്കരയിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ വീണ്ടും പഴയ പണിക്ക് പോകുക എന്ന് പറഞ്ഞ് വള്ളവും വലയെടുത്ത് മീൻ പിടിക്കാൻ പോയവനെ ആ കടക്കരയിൽ വെച്ച് തൊട്ട് അവനെ സ്നേഹിച്ച് അവന്റെ മുറിവുകളെ സൗഖ്യമാക്കി. അപ്പോസ്തല പ്രവൃത്തിയിൽ ആത്മാവ് ഇറങ്ങി വന്ന് പുതുനിയമ പെന്തക്കോസ്ത് അനുഭവത്തിന്റെ ആദ്യ അപ്പോസ്തലിക് സഭയ്ക്കകത്ത് ആദ്യം മൈക്ക്, നമ്മുടെ ഭാഷയിൽ പറയാ, മൈക്ക് കയ്യിലെടുത്ത് പ്രസംഗിച്ചത് തള്ളി പറഞ്ഞവൻ തന്നെയാണ് ആദ്യ പ്രസംഗം പ്രസംഗിച്ചത്. ആ തള്ളി പറഞ്ഞവനെ ആദ്യ പ്രസംഗനാക്കി ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പകൽ ആരെയൊക്കെ ദൈവം വീണ്ടും തൊടാൻ പോകുക, ആരെയൊക്കെ ദൈവം വീണ്ടും തൊടാൻ പോകുക, വീണ്ടും ഒരു ചാൻസ് തരാൻ പോകുക. ദുഃഖിച്ച് നടന്ന പത്രോസിനെ തൊട്ട ദൈവം